ഫോറസ്റ്റിൻ്റെ നടുവിൽ ഒരു ഗ്രാസ് ലാൻഡ് പോലത്തെ ഏരിയ ആണ്. അവിടെ വന്നപ്പോഴേക്കും ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അയാൾ ആദ്യം ഷൂട്ട് ചെയ്തപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഫ്രോസൺ ആവുമല്ലോ ഇയാളെ കണ്ടിട്ട്. അപ്പോൾ അപ്പോൾ പല ഗ്രൂപ്പ്, ഞാൻ അച്ഛൻ മക്കൾ ഒരെണ്ണം, വേറെ ആൾക്കാർ, അങ്ങനെ അയാൾ ഓരോ ഗ്രൂപ്പിൻ്റെ അടുത്ത് പോയി എന്തോ ചോദിക്കേണ്ടായിരുന്നു, ഷൂട്ട് ചെയ്യും, മറ്റേ ഗ്രൂപ്പിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യും. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളോട് കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കിടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡാണ് ചോദിച്ചത്. എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ലായിരിക്കും, കലീമ അങ്ങനെ. അത് 2 പ്രാവശ്യമേ ചോദിച്ചുള്ളൂ. അപ്പോൾ നമുക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ അച്ഛനെ ഷൂട്ട് ചെയ്തു എൻ്റെ മുമ്പിൽ വെച്ച്. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അച്ഛനെ ഹഗ് ചെയ്യുള്ളൂ. അപ്പോൾ ഹഗ് ചെയ്തു. അപ്പോൾ എൻ്റെ തലയിൽ അത് ഇങ്ങനെ പോക്ക് ചെയ്ത പോലെ വെച്ചിട്ട് പിള്ളേർ സ്ക്രീമിങ് ആൻഡ് ക്രൈയിങ് ആയിരുന്നു. അപ്പോൾ അയാൾ അത് എൻ്റെ തലയിൽ നിന്ന് എടുത്തിട്ട് ഹി വാക്ക്ഡ് ഓഫ്. പിന്നെ ഞാൻ അവിടെ വേറെ, എൻ്റെ അച്ഛൻ ഇമ്മീഡിയറ്റ്ലി ഡെഡ് ആണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അച്ഛൻ്റെ ബ്ലീഡിങ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകാൻ അങ്ങനെയൊന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ആൻഡ് വി എസ്കേപ്ഡ്. ലൈക്ക് 1 hour റൺ ചെയ്തു, എന്നിട്ട് വി എസ്കേപ്ഡ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ ഭീകരത പങ്കുവെച്ച് കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന്റെ മകൾ ആരതി. ഭീകരർ വെടിവെക്കും മുമ്പ് ഖലീമ എന്നോ മറ്റോ ഒരു വാക്ക് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ വെടിവെച്ചെന്നും ആരതി പറഞ്ഞു. തന്റെ തലയിൽ തോക്ക് ചൂണ്ടി. മക്കൾ കരഞ്ഞപ്പോൾ എന്റെ തലയിൽ നിന്നും തോക്ക് മാറ്റി ഭീകരർ പോയി. തുടർന്ന് മക്കളെയും കൊണ്ട് സമീപത്തെ പൈൻ മരക്കാട്ടിലൂടെ രക്ഷപ്പെട്ടു. ഹോട്ടലിൽ അഭയം തേടി. അച്ഛന്റെ മരണം ആ സമയം അമ്മയെ അറിയിച്ചില്ലെന്നും കേരളത്തിൽ എത്തിയതിനു ശേഷമാണ് അമ്മയെ വിവരം അറിയിച്ചതെന്നും ആരതി പറഞ്ഞു. റെസ്ക്യൂ ഞങ്ങളെല്ലാവരും ഓടി ഇറങ്ങുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഈ പോണീസൊക്കെ ഓടുകയാണ്. അപ്പോൾ പോണീസ് ഓടണ വഴിയാകുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക്, കാരണം ഈ പോണി തന്നെ പോവും വഴി കൂടെ. അപ്പോൾ അവരെന്നും പോണോട് വഴി അറിയാമെന്ന്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാനും പിള്ളേരോട് പറഞ്ഞു നമുക്ക് പോണീസിൻ്റെ ഫുട് പ്രിൻറ്റ്സ് നോക്കി പോകാം. അപ്പോൾ നമ്മൾ താഴേക്ക് എത്തുക. അങ്ങനെ ഒരു മുക്കാൽ മണിക്കൂർ കുറേ നേരം കഴിഞ്ഞപ്പോൾ, എനിക്ക് കറക്റ്റ് ടൈം ഡ്യൂറേഷൻ അറിയില്ല, കഴിഞ്ഞപ്പോൾ എനിക്ക് റേഞ്ച് കിട്ടി. ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്തുകൊണ്ട് എൻ്റെ ഡ്രൈവറിന് എനിക്ക് റേഞ്ച് കിട്ടി. ഡ്രൈവറിനോട് പറഞ്ഞു വിത്തിൻ 10 minutes ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വി സോ മിലിറ്ററി പീപ്പിൾ റഷിങ് ത്രൂ. അപ്പോഴേക്കും എനിക്ക് മനസ്സുകൊണ്ട് ഓക്കെ താഴേക്ക് എത്തി എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ലൈക്ക് ദ ഗവൺമെൻറ്, ദ ലോക്കൽ പീപ്പിൾ, കശ്മീരീസ് എല്ലാവരും ഹെൽപ്ഫുൾ ആയിരുന്നു. ഷെൽട്ടർ തന്നു. ഹോട്ടൽസ്, നമ്മൾ ചെക്ക് ഇൻ ചെയ്യാത്ത ഹോട്ടലാണ്, ആ ഹോട്ടൽസ് പോലും ഞങ്ങൾക്ക് ഷെൽട്ടർ തന്നു. ലൈക്ക് അമ്മയും പിള്ളേരും ഉണ്ടല്ലോ, അവർക്ക് ഷെൽട്ടർ തന്നു. ഞാൻ പിന്നെ ബാക്കി ഒഫീഷ്യൽസിനോട് ഈ സ്റ്റോറി തന്നെ റിപ്പീറ്റ് ഫോർ പാസ്റ്റ് 3 days now. ആക്രമണത്തിനു ശേഷം കാശ്മീരി ഡ്രൈവർമാരായിരുന്ന സമീർ, മുസാഫിർ എന്നിവർ നൽകിയ സഹായങ്ങൾ വിസ്മരിക്കാനാവില്ലെന്നും ആരതി പറഞ്ഞു. ജ്യേഷ്ഠനും അനുജനും ഒരു സഹോദരിയെ സംരക്ഷിക്കുന്നതുപോലെ ഇടവും വലവും അവർ കൂടെ നിന്നു. രാത്രിയിൽ ഉറക്കമൊഴിച്ച് മോർച്ചറിയിൽ വരെ അവർ കൂട്ടിരുന്നു. കാശ്മീരിൽ തനിക്ക് 2 സഹോദരന്മാരെ കിട്ടിയെന്നും അള്ള നിങ്ങളെ രക്ഷിക്കട്ടെ എന്നും അവരോട് പറഞ്ഞാണ് എയർപോർട്ടിൽ നിന്ന് യാത്രയായതെന്നും ആരതി പറഞ്ഞു. മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി കൂടിയായി ആരതി പങ്കുവെച്ച അനുഭവം. എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവർ 2 പേരും എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി 3 മണി വരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന്. ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാണ് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ അള്ള അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു. എൻ രാമചന്ദ്രന്റെ ഭൗതിക ശരീരം കൊച്ചിയിൽ എത്തിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 100 കണക്കിന് പേർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. വിദേശത്തുള്ള സഹോദരൻ നാട്ടിലെത്തിയ ശേഷം വെള്ളിയാഴ്ച സംസ്കരിക്കും. കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, സംസ്ഥാന സർക്കാർ പ്രതിനിധിയായി മന്ത്രി പി പ്രസാദ്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ജില്ലാ കളക്ടർ NSK ഉമേഷ് എന്നിവർ അദ്ദേഹത്തിന് പുഷ്പചക്രം അർപ്പിച്ചു. മലയാളം ടെലിവിഷൻ, കൊച്ചി. മിത്ര ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ. നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് 400 രൂപ കൂടുതൽ ലഭിക്കും. കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാത്രമല്ല, ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം.